நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരധ്യായത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. തിരുത്തോൾ നോക്കം എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. അതായത് തോളിൽ പിടിച്ചുകൊണ്ടുള്ള നൃത്തവിശേഷമാണ് ഈ തോൾ നോക്കം. തോൾ നോക്കം എന്ന് വെച്ചാൽ തോൾ പ്ലസ് നോക്കം. തോളിൽ പിടിച്ചുകൊണ്ട് പെൺകുട്ടികൾ തോളോട് തോൾ കൈകോർത്ത് പിടിച്ച് പാടിക്കളിക്കുന്ന ഒരു നൃത്തവിശേഷമായ കളിയാണ് തോൾ നോക്കം കളി. ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് കളിക്കുന്ന ഒരു നൃത്തവിശേഷമാണ് ഈ തോൾ നോക്കം എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ്. ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ പാട്ടും പാടും. അപ്പോൾ നൃത്തവും പാട്ടും ഒരുമിച്ച് നടത്തുന്ന ഒരു ഫോക്ക് കലാരൂപമാണ്, ഒരു നാടൻ കലാരൂപമാണ് തോൾനോക്കമാട്ടം. ഈ തോൾനോക്കത്തിൽ പ്രധാനമായിട്ടും അവർ പാടുന്നത് ഈശ്വരസ്തുതിപരമായ ഗാനങ്ങളാണ്. ഇവിടെ ശിവസ്തുതിപരമായ ഗാനങ്ങൾ ആലപിക്കുന്ന തോൾനോക്കം ആണ് മാണിക്യവാചകർ ഈ അധ്യായത്തിൽ നിബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ശിവൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയാണ്. അതായത് ഇത് പ്രപഞ്ചശുദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഒരു നൃത്തവിശേഷമാണ്. അതായത് പരിതസ്ഥിതികൾ, ചുറ്റുപാടുമുള്ള പരിതസ്ഥിതികളെല്ലാം തന്നെ ഈശ്വരാത്മകമായ അനുഭൂതി വിശേഷം കൊണ്ട് നിറച്ച് അവിടുത്തെ ആ നെഗറ്റീവ് എനർജിയെ പരിപൂർണമായി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കളിയാണ് ഈ തോൾനോക്കം. അപ്പോൾ ഇതിലൂടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതായത് മായാമലങ്ങളെ മുഴുവനും ഇല്ലാതാക്കി ആ പ്രപഞ്ചത്തിനൊരു ശുദ്ധീകരണം നടത്തുക. ചുറ്റുവട്ടം മുഴുവനും ഉള്ള ആ അന്തരീക്ഷത്തെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക. അതായത് ഒരു നൃത്തവിശേഷം എന്ന നിലയിലാണ് ഇത് കാണുന്നത്. ശിവഭഗവാൻ നടത്തുന്ന താണ്ഡവത്തിൻ്റെ ഒരു പ്രതിരൂപം എന്ന നിലയിലാണ് ഈ നൃത്തം ആവിഷ്കരിക്കപ്പെടുന്നത്. അപ്പോൾ ശിവതാണ്ഡവത്തിലൂടെ എങ്ങനെയാണോ ആനന്ദ നൃത്തത്തിലൂടെ ഒരു പോസിറ്റീവ് എനർജി അവിടെയൊക്കെ വ്യാപിക്കുന്നത്, അതേപോലെയുള്ള ഒരു പോസിറ്റീവ് എനർജി ആ പ്രദേശമാകെ, ചുറ്റുവട്ടമാകെ വ്യാപിപ്പിക്കുവാൻ ഈ നൃത്തവിശേഷത്തിന് കഴിവുണ്ടെന്നാണ് വിശ്വസിച്ച് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫോക്ക് സോങ്ങും ഈ ഫോക്ക് കലാരൂപവും എല്ലാം തന്നെ പല സ്ഥലങ്ങളിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ നൃത്തവിശേഷത്തിന് കഴിയുമെന്ന് പറയപ്പെടുന്നു. ഇത് തില്ലയിൽ വച്ചിട്ടാണ് മാണിക്യവാചകർ ഈ നൃത്തവിശേഷം ആവിഷ്കരിച്ചത്. തില്ല ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചിദംബരേശൻ്റെ മുമ്പിൽ വച്ചിട്ടാണ് ഈ ചിദംബര നൃത്തം ആവിഷ്കരിക്കപ്പെടുന്നത്. ശരിക്കും ഒരർത്ഥത്തിൽ അത് ചിദംബര നൃത്തം തന്നെയാണ്. അതായത് എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തെ ആകെ ശുദ്ധീകരിച്ച് മായാമലത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷിച്ച് അവിടെയെല്ലാം തന്നെ ഈശ്വര ചൈതന്യം, ശിവചൈതന്യം വ്യാപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കളിയാണ് ഈ ഫോക്ക് ഡാൻസും അതേപോലുള്ള ഈ ഗാന രീതിയും. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇതാ നോക്കൂ. കാനൽ നീർത്തടാകത്തിൽ താമര പൂത്തുലാവും കാഴ്ചയെ കണ്ട് ദാഹം തീർക്കുവാൻ ഓടിച്ചെല്ലും ഭ്രാന്തിയെ മാറ്റിച്ചെയ്യുക വിജ്ഞനോടൊത്തുചേരാൻ മാനിനിമാരെ നിങ്ങൾ തോണോക്കം തുള്ളിയാടും.
അല്ലയോ മംഗമാരെ, നിങ്ങൾ തോണോക്കം തുള്ളി ആടി നമുക്ക് ശിവകീർത്തനം ആലപിക്കാം. എന്താണ് ആ ശിവകീർത്തനം എന്ന് പോകും? കാനൽ നീർ തടാകത്തിൽ താമര പൂത്തുലാവും. കാനൽ ജലം, അതായത് മിഥ്യയായ കാനൽ ജലമുണ്ട് എന്ന് തോന്നിക്കുന്ന അവസ്ഥ. സൂര്യപ്രകാശത്തിൽ അവിടെ ആകെ ജലമാണെന്ന് തോന്നും. സത്യത്തിൽ അത് ജലമല്ല, അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. അതിനെയാണ് കാനൽ ജലം നീർത്തടാകം എന്ന് പറയുന്നത്. ഈ കാനൽ നീർത്തടാകം അയഥാർത്ഥമായ മിഥ്യയായ കാനൽ നീർത്തടാകത്തിൽ നിറയെ താമര പൂത്ത് വിലസുകയാണ്. അവിടെയാണ് ദാഹജലം തേടി ദേഹങ്ങൾ, മനുഷ്യർ അവിടേക്ക് ദാഹം തീർക്കാൻ വേണ്ടി ചെല്ലുന്നത്. പക്ഷേ അത് അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അത് ജലമല്ല, അത് കാനൽ ജലമാണ്, വെറും തോന്നലായിരുന്നു. ഈ താമരപ്പൂക്കളും ഈ കാനൽ ജലവുമെല്ലാം വെറും തോന്നലാണെന്ന് അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ മിഥ്യയായ മായാബദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാനൽ ജലം തേടി ചെല്ലുന്ന ഒരു ദാഹാർത്തനെ പോലെയാണ് നാം ചെല്ലുന്നത്. ദാഹം കൊണ്ട് വലഞ്ഞ് നാം വെള്ളത്തിന് വേണ്ടി അലയുമ്പോൾ ഈ കാനൽ ജലം കാണുന്നു. എന്നിട്ട് കാനൽ ജലം കുടിക്കാൻ വേണ്ടി കാനൽ ജലത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് കാനൽ ജലമല്ല, അത് വെറും മിഥ്യയായിരുന്നു, ഒരു മായയായിരുന്നു, വെറും തോന്നലായിരുന്നു എന്ന് മനസ്സിലാക്കി നിരാശയോടെ നാം തിരിച്ചു പോരുന്നു. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകാത്മകമായ ഒരു കാവ്യഭാഗമാണ്. അതായത് ഈ പ്രതീകത്തിലൂടെ മാണിക്യവാചകർ സൂചിപ്പിക്കുന്നത് നാം എല്ലാം കാനൽ ജലം തേടി അലയുന്ന ദാഹാർത്തരായ മനുഷ്യരാണ്. അതായത് ഈ ജീവിതത്തിൽ സുഖം തേടി നാം അലയുന്നു, സന്തോഷം തേടി നാം അലയുന്നു. എന്നിട്ട് സന്തോഷമാണ്, സുഖമാണ് നൽകുന്നത് എന്നുദ്ദേശിച്ച് നാം ചെല്ലുമ്പോൾ അവിടെ സുഖമല്ല നമുക്ക് ലഭിക്കുന്നത്, ദുഃഖമാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. നാം സുഖം തേടി 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 അലഞ്ഞ് സുഖമാണെന്ന് കരുതി കൈക്കൊള്ളുന്നത് അത് സുഖമല്ല, നമുക്ക് ദുഃഖമാണ് തരുന്നത്. പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോയി പഞ്ചേന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി നാം ഓരോരോ പ്രവൃത്തികൾ, കർമ്മങ്ങൾ ചെയ്ത് തീരുമ്പോൾ ആ കർമ്മങ്ങൾ അത്രയും ദുഃഖങ്ങളിൽ ചെന്ന് അവസാനിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണോ നാം ജീവിതത്തിൽ അലഞ്ഞു തിരിയുന്നത്, ആനന്ദത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ അവസാനം സന്തോഷമെന്ന് കരുതി കൈപ്പറ്റുന്നത് തീരാ ദുഃഖങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ സന്തോഷങ്ങളും നമുക്ക് ദുഃഖങ്ങളാണ് നൽകുന്നത് എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. നാം സന്തോഷമെന്ന് കരുതി സ്വീകരിക്കുന്ന എല്ലാം അവസാനം നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നാം സ്ഥിരം കാണുന്നതാണ്. ഓരോരോ പ്രവൃത്തികൾ നാം സന്തോഷം നൽകുമെന്ന് വിചാരിച്ച് കൈക്കൊള്ളുന്നു. പക്ഷേ ആ പ്രവൃത്തികൾ ആ സന്തോഷമല്ല നമുക്ക് തരിക, ദുഃഖമാണ് തരിക. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭ്രാന്തിയെ മാറ്റുക. ഈ ഭ്രമാത്മകമായ മിഥ്യയ്ക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ അവസാനിപ്പിക്കുക. മായാജലത്തിന് വേണ്ടിയുള്ള ഈ പരക്കം പാച്ചിൽ നാം അവസാനിപ്പിക്കണം. എന്നിട്ടോ ഭ്രാന്തിയെ മാറ്റി ചെയ്ത് വിജ്ഞനോടൊത്തു ചേരുക, വിജ്ഞന്മാരോടൊത്തു ചേരുക, അറിവുള്ളവരോടൊത്തു ചേരുക, ബോധമുള്ളവരോടൊത്തു ചേരുക. അങ്ങനെ അറിവുറ്റവരുടെ കൂടെ ചേരുമ്പോൾ നമുക്കും നമ്മുടെ അജ്ഞാനം മാറി ജ്ഞാനോദയമുണ്ടാകും. അതായത് ശിവഭക്തന്മാരോട് ചേരുക എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും നാം കൂട്ടുകൂടേണ്ടത് നല്ലവരുമായിട്ടാണ്. പക്ഷേ നമ്മുടെ കൂട്ട് മുഴുവനും ചീത്ത കൂട്ടുകെട്ടാണ്. അത് മാറ്റി നാം നല്ല മനുഷ്യരുമായി, വിജ്ഞന്മാരുമായി കൂട്ടുകൂടുക.
ബോധമുള്ളവർ, അറിവുള്ളവരോട് കൂടി ചേരുമ്പോൾ ആ അറിവ് എല്ലാവരിലേക്കും പകരപ്പെടുകയും അങ്ങനെ എല്ലാവരും ശിവബോധത്തിൽ മുഴുകി കഴിയുകയും ചെയ്യും. അങ്ങനെ ശിവജ്ഞാനിയായി തീരുമ്പോൾ, ആ ശിവഭക്തി കൊണ്ട് ഹൃദയം അലിയുമ്പോൾ അയാൾ നല്ല മനുഷ്യനായി മാറുകയും അയാളുടെ കർമ്മങ്ങളെല്ലാം ശിവകർമ്മങ്ങളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അല്ലയോ മാനിനിമാരെ, അല്ലയോ മങ്കമാരെ, നിങ്ങൾ ഇക്കാര്യം ഓതിക്കൊണ്ട് തോണോക്കം തുള്ളി പാടൂ എന്ന് പറയണം. അപ്പോൾ തോണോക്കം തുള്ളിക്കൊണ്ട് നമുക്ക് പാടാം. എന്താണ്? മായാജലത്തിന് പിന്നാലെ പോകാതെ ശിവഭക്തിയിൽ മുഴുകി ജീവിക്കുക. ഇതാണ് ആദ്യ പാടലിൽ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ പ്രപഞ്ചശുദ്ധിക്ക്, പരിതസ്ഥിതികളുടെ പരമശുദ്ധിക്ക് അത്യാവശ്യമാണ് ഈ ജ്ഞാനോദയം നേടുക, വിജ്ഞരോടൊത്തു ചേരുക. അങ്ങനെ ലോകം മുഴുവനും വിജ്ഞരായി മാറുമ്പോൾ, അറിവുള്ളവരായി മാറുമ്പോൾ അവിടെ ശിവബോധം നിറയുകയും ശിവസ്നേഹം കൊണ്ട് അവിടെ ആകെ നിറയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അതോടെ പ്രപഞ്ചം പരിശുദ്ധമായി തീരുന്നു. അടുത്ത പാട്ടിലേക്ക് നോക്കാം. ചത്തും ജനിച്ചും നിത്യം ദുഃഖിച്ചിടാതിരിക്കാൻ ബുദ്ധിയോ അയൻ വിഷ്ണു തൊട്ടോരും കണ്ടിടാതെ ചിത്തംബരത്തിലാടും ഈശൻ്റെ പാദം ചേരാൻ സുന്ദരിമാരെ നിങ്ങൾ തോണോക്കം തുള്ളിയാടുവോ. നിങ്ങൾ, അല്ലയോ മങ്കമാരെ, അല്ലയോ സുന്ദരിമാരെ, നിങ്ങൾ തോണോക്കം തുള്ളി ഈ പാട്ട് പാടുമോ. ഏത് പാട്ട്? ചത്തും ജനിച്ചും നിത്യം ദുഃഖിച്ചിടാതിരിക്കാൻ. നമ്മൾ എങ്ങനെയുള്ളവരാണ്? നിത്യവും മരിക്കുകയും ജനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ജനന മരണങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെട്ട് വേദനിച്ച് ദുഃഖിച്ച് നിസ്സഹായരായി കഴിയുന്ന അല്ലയോ മനുഷ്യ, നീ എന്ത് ചെയ്യണം? അങ്ങനെ ദുഃഖിച്ചിടാതിരിക്കാൻ ബുദ്ധിയോടെ അയൻ വിഷ്ണു തൊട്ടോരും കണ്ടിടാത്ത, അയൻ ബ്രഹ്മാവ് വിഷ്ണു തൊട്ടുള്ള ദേവാദിദേവന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത ആ ശിവബോധത്തിലേക്ക്, ശിവജ്ഞാനത്തിലേക്ക് അല്ലയോ മനുഷ്യ നീ നടന്നെടുക്കുമോ. അപ്പോൾ ദേവന്മാർക്ക് പോലും പ്രയാസമാണ്, ബ്രഹ്മവിഷ്ണു തൊട്ടുള്ളവർക്ക് പോലും പ്രയാസമാണ് ശിവജ്ഞാനം നേടുക എന്നുള്ളത്. അതുകൊണ്ട് അല്ലയോ മനുഷ്യ നീ ശിവജ്ഞാനം നേടുക. വളരെ ബുദ്ധിമുട്ടാണ് നേടാൻ, ജ്ഞാനം നേടാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും അത് സംഭവ്യമാണ്, അത് സംഭവിക്കും. അതിന് സാധ്യതയുണ്ട്, അതിന് അർഹത നിനക്കുണ്ട്. അതുകൊണ്ട് അല്ലയോ മനുഷ്യ നീ ദുഃഖിച്ചിടാതിരിക്കാൻ വേണ്ടി ശിവജ്ഞാനത്തിലേക്ക് പ്രവേശിക്കൂ, ശിവബോധത്തിലേക്ക് പ്രവേശിക്കൂ. അങ്ങനെ ബുദ്ധിയോടെ നീ ജ്ഞാനിയായി, ശിവജ്ഞാനിയായി തീരൂ. അങ്ങനെ ചെയ്യുമ്പോൾ ചിത്തംബരത്തിലാടും ഈശൻ്റെ പാദം ചേരാൻ നിനക്ക് കഴിയും. ചിത്തംബരത്തിൽ, ചിത്താകുന്ന അമ്പരത്തിൽ, ആകാശത്തിൽ, ചിദംബരത്തിൽ ആടുന്ന ശിവൻ്റെ പാദം നിനക്ക് ചേരാൻ കഴിയും. അപ്പോൾ ചിദംബരേശനിൽ, തില്ലയിലാടുന്ന ചിദംബരേശനിൽ നിനക്ക് തീർച്ചയായിട്ടും ലയിച്ചു ചേരാൻ കഴിയും. ഒരു പ്രയാസവുമില്ല, ശിവജ്ഞാനം നേടിയാൽ മാത്രം മതി. അപ്പോൾ ചിദംബരത്ത് ആടുന്ന ചിദംബരേശൻ്റെ പാദത്തിലേക്ക് അല്ലയോ ശിവഭക്ത നിനക്ക് നടന്നെടുക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം നീ ശിവബോധം നിറഞ്ഞവനാണ്. ആ ശിവബോധത്തെ കണ്ടെത്തുക മാത്രം ചെയ്താൽ മതി. അത് മറഞ്ഞു കിടക്കുകയാണ് ശിവബോധം നിൻ്റെ മനസ്സിൽ. ആ മറഞ്ഞു കിടക്കുന്ന ശിവബോധത്തെ കണ്ടെത്തി തെളിയിച്ച് പ്രകാശിച്ച് നീ ശിവജ്ഞാനിയായി തീരുമ്പോൾ, ശിവബോധമുള്ളവരുടെ വിജ്ഞാനികളുടെ കൂടെ ചേരുമ്പോൾ നിനക്ക് തീർച്ചയായിട്ടും ശിവൻ്റെ പാദം ചേരാൻ, ചിദംബരേശൻ്റെ പാദം ചേരാൻ, ചിത്തംബരത്തിലാടുന്ന ശിവഭഗവാന്റെ പാദം ചേരാൻ അല്ലയോ ശിവഭക്ത നിനക്ക് കഴിയും. അതുകൊണ്ട് അല്ലയോ സുന്ദരിമാരെ, നമുക്ക് ശിവപാദം ചേരാൻ വേണ്ടി, ശിവബോധം നമ്മിൽ തെളിഞ്ഞു വരാൻ വേണ്ടി നമുക്ക് ഈ തോണോക്കം തുള്ളുന്ന പാട്ട് പാടി ശിവനെ സ്തുതിക്കാം.
ഇനി അടുത്ത പാടൽ നോക്കൂ. ഈശ്വരപ്രീതിക്കായി മംഗല്യ സാധനങ്ങളർപ്പിച്ച് പൂജ ചെയ്യും ആരും ഇന്നിരിക്കുമ്പോൾ കണ്ണപ്പൻ എച്ചിലേകി ഈശനെ പ്രസാദിപ്പിക്കുന്നത് പാടി തോണോക്കം തുള്ളിയാടും. നമുക്ക് ശിവഭക്തന്മാരുടെ ഗാനങ്ങൾ ആലപിക്കാം. ഇവിടെ പ്രധാനമായിട്ടും ശിവഭക്തൻ എന്ന് പറയുന്നത് ആരാണ്? കണ്ണപ്പ നയനാരെ കുറിച്ചിട്ടാണ്. മാണിക്യവാചകർ കണ്ണപ്പ നയനാരെ കുറിച്ച് പാടുന്നുണ്ട്. അപ്പോൾ നാം നേരത്തെ കണ്ടതാണ്, പെരിയ പുരാണത്തിൽ നാം കണ്ടതാണ്. കണ്ണപ്പ നയനാരുടെ ജീവിതകഥ പെരിയ പുരാണത്തിൽ, ചേക്കിഴാരുടെ പെരിയ പുരാണത്തിൽ നാം വിസ്തരിച്ച് കണ്ടതാണ്. അതായത് കണ്ണപ്പൻ തൻ്റെ വായിലാണ്, കണ്ണപ്പനൊരു വേടനായിരുന്നു. ഈ വേടൻ കാട്ടിൽ വേട്ടയാടി കിട്ടുന്ന ഭക്ഷണമാണ് ശിവന് നിവേദ്യമായി അർപ്പിച്ചിരുന്നത്. അത് ഇറച്ചിക്ക് നല്ല ഇറച്ചിയാണോ എന്നറിയാൻ വേണ്ടി ആദ്യം കണ്ണപ്പൻ അത് കടിച്ചു നോക്കും. അങ്ങനെ കടിച്ച് സ്വയം ഭക്ഷിച്ച് അത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ശിവവിഗ്രഹത്തിന് മുമ്പിൽ അത് നിവേദ്യമായിട്ട് അർപ്പിക്കുന്നത്. അങ്ങനെ എച്ചിലാണ് സത്യത്തിൽ മാണിക്യവാചകരുടെ ഈ കണ്ണപ്പ നയനാർ ശിവൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. പിന്നീട് കണ്ണപ്പ നയനാർ എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യ കഥാപാത്രമാണ്. കണ്ണപ്പൻ എന്ന വേടൻ്റെ പ്രതിഷ്ഠ ഇപ്പോഴും തമിഴകത്തുണ്ട്. ശിവൻ്റെ തൊട്ടരികിൽ തന്നെയാണ് കണ്ണപ്പനെ ശിവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണപ്പൻ ഒരു യാഥാർത്ഥ്യമായിരുന്നു, വേടനായിരുന്നു. അദ്ദേഹം വേട്ടയാടി കിട്ടുന്ന മാംസഭക്ഷണം സ്വയം കടിച്ച് നോക്കി രുചിയുള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ശിവന് നിവേദിക്കുമായിരുന്നുള്ളൂ. അതുപോലെ അഭിഷേകം ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ പാത്രമില്ല. അപ്പോൾ ഈ കണ്ണപ്പൻ അത് വായിൽ കൊണ്ടുവരും, വായിലെടുക്കും വെള്ളം, എന്നിട്ടാണ് ശിവവിഗ്രഹത്തിൽ അതിൽ ഒഴിക്കുന്നത്. അപ്പോൾ വായിൽ കൊണ്ടുവന്ന ആ എച്ചിൽ ജലമാണ് അഭിഷേക ജലമായിട്ട് ഈ കണ്ണപ്പൻ ശിവവിഗ്രഹത്തിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പൂജ ചെയ്യുന്ന ആ കണ്ണപ്പനോട് അങ്ങേയറ്റത്തെ സ്നേഹം പുലർത്തുന്നവനായി മാറി ശിവൻ. കാരണം ഇതിൻ്റെ പിന്നിൽ തീവ്രമായ ശിവഭക്തിയാണ്. അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെയാണ് കണ്ണപ്പൻ ഈ പൂജ ചെയ്യുന്നത്. അതേസമയം ബ്രാഹ്മണരായ പൂജാരിമാരത് കണ്ടപ്പോൾ പുച്ഛിക്കുകയാണ്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ പൂജാരിയെ, ബ്രാഹ്മണ പൂജാരിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരിക്കൽ ശിവൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. കണ്ണിൽ നിന്ന് രക്തം, ശിവവിഗ്രഹത്തിൽ നിന്നിൻ്റെ കണ്ണിൽ നിന്ന് രക്തം വന്നപ്പോൾ ആ രക്തം ഒഴിക്കുന്ന കണ്ണിലെ അസുഖം മാറ്റാൻ വേണ്ടി കണ്ണപ്പൻ സ്വന്തം കണ്ണ് പിഴുതെടുത്ത് ആ ശിവവിഗ്രഹത്തിൽ ചാർത്തിയ രക്തപ്രവാഹത്തെ നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ശിവഭഗവാൻ എന്നിട്ട് ആ ബ്രാഹ്മണ പൂജാരിയോട് പറയുന്നത്, ഇവനാണ്, കണ്ണപ്പനാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ. അത് അങ്ങേറ്റത്തെ സ്നേഹം കൊണ്ട്, അങ്ങേറ്റത്തെ തീവ്ര ഭക്തി കൊണ്ടാണ് അവനത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രീതനായിരിക്കുന്നു. ഇനി മുതൽ അവൻ എൻ്റെ തൊട്ടരികത്ത് തന്നെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കണ്ണപ്പനെ സ്വന്തം ശിവപ്രതിമയുടെ തൊട്ടടുത്ത് പ്രതിഷ്ഠിക്കുകയാണ് ശിവഭഗവാൻ ചെയ്തത്. ഈ കഥയാണ് പെരിയ പുരാണത്തിലെ, ഈ കഥയാണ് കണ്ണപ്പ നായനാരുടെ കഥയാണ് ഇവിടെ മാണിക്യവാചകർ അനുസ്മരിക്കുന്നത്. ഈശ്വരപ്രീതിക്കായി മംഗല്യ സാധനങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്യും എന്നിരിക്കുമ്പോൾ കണ്ണപ്പൻ എച്ചിലേകി ഈശനെ പ്രസാദിപ്പിച്ച ആ കഥ പാടി തോണോക്കം തുള്ളി ആടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണപ്പനെ വീണ്ടും വീണ്ടും പ്രകീർത്തിക്കുക. കണ്ണപ്പനെ പ്രകീർത്തിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീവ്രമായ ശിവഭക്തിയുടെ ആത്മാർത്ഥതയും തീവ്രതയും എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് പാടാം. അതായത് ശിവനെ പൂജിക്കുന്നത് നിറഞ്ഞ ആത്മാർത്ഥതയോടെയായിരിക്കണം, നിറഞ്ഞ ഭക്തിയോടെയായിരിക്കണം, സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ കണ്ണപ്പനെ പോലെ പൂജിക്കുക. എങ്കിൽ ശിവൻ വളരെ പെട്ടെന്ന് പ്രത്യക്ഷനാകും. ആ പൂജ ഏത് തരത്തിൽ വേണമെന്നില്ല.
അത് മനമലർ കൊയ്ത് പൂജ ചെയ്യുക. അതായത് മനസ്സിനെ തന്നെ പൂക്കളായി സമർപ്പിച്ച് ശിവപൂജ ചെയ്യാവുന്നതാണ്. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരിടത്ത് ശിവശതകത്തിലാണെന്ന് തോന്നുന്നു പാടുന്നുണ്ട്. മനമലർ കൊയ്ത് ശിവപൂജ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. മനസ്സാകുന്ന പൂക്കൾ അർപ്പിച്ചാണ് ഞാനിതാ ശിവനെ പൂജിക്കുന്നത്. അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി, അത്രയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി, അത്രയ്ക്ക് ആത്മാർപ്പണത്തോടുകൂടി ശിവനെ പൂജിച്ചാൽ ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷനായിത്തീരും. അപ്പോൾ ഇവിടെ നാം കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, നാം എന്ത് ശിവന് സമർപ്പിക്കുന്നു, എത്ര വിലപിടിച്ച വസ്തുക്കളും രത്നങ്ങളും സമർപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. മറിച്ച് നമ്മുടെ മനസ്സാകുന്ന, നമ്മുടെ ഹൃദയമാകുന്ന ആ മലര് നിറഞ്ഞ ഭക്തിയോടെ, നിറഞ്ഞ സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ ആരാണോ ശിവ പൂജ ചെയ്യുന്നത് അവരെ ശിവൻ പെട്ടെന്ന് അനുഗ്രഹിക്കും. അപ്പോൾ ശിവപൂജയുടെ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ. നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ ഭക്തിയോടെ, നിറഞ്ഞ ആത്മാർപ്പണത്തോടെ, നിറഞ്ഞ സമ്പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ട് വേണം ശിവനെ നാം ആരാധിക്കാൻ. അങ്ങനെ ആരാണോ ശിവനെ ആരാധിക്കുന്നത് അവരുടെ മുമ്പിൽ ശിവൻ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിൽ തരതമ ഭേദങ്ങളൊന്നുമില്ല. ഏറ്റവും ദരിദ്രരിൽ വെച്ച് ദരിദ്രനാണെങ്കിൽ പോലും, കണ്ടോ, വേടന്മാരിൽ വെച്ച് വേടനായ ആ കണ്ണപ്പനെയാണ്, യാതൊരു അറിവുമില്ലാത്ത നിസാരന്മാരിൽ വെച്ച് നിസാരനായ കണ്ണപ്പൻ്റെ മുമ്പിലാണ് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുത്തുകയും ശിവഭഗവാൻ കണ്ണപ്പന് സാരൂപ്യമുക്തി നൽകുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി യാഥാർത്ഥ്യങ്ങൾ നടന്ന സംഭവങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പ്രതിമകളും ദേവാലയങ്ങളും ഇപ്പോഴും തമിഴകത്ത് നിലകൊള്ളുന്നുമുണ്ട്. അപ്പോൾ ഈ സത്യങ്ങൾ നമ്മളോട് പറയുന്നത് നിറഞ്ഞ ആത്മാർത്ഥതയോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, സമ്പൂർണ്ണ സമർപ്പണത്തോടെ ശിവനെ ആരാധിച്ചാൽ ശിവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇതിന് യാതൊരു സംശയവുമില്ല. ഇതാണ് മാണിക്യവാചകർ ഈ തോന്നോക്കം തുള്ളലിൽ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓം ശിവായ നമഃ.